എങ്ങനെ ഇത് തോന്നി? പിന്നെ അറിഞ്ഞൂടെ, അള്ളാഹുവേ അവൻ്റെ ഇന്നും വന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും. പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളുടെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിൽക്കണതും മരിച്ച സഹോദരനായിരുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. ഈ ഉമ്മയുടെ തുറന്നു പറച്ചിലുണ്ട് അഫാൻ്റെ കൂട്ടക്കൊലയുടെ യഥാർത്ഥ കാരണങ്ങൾ. ആ കൊല്ലപ്പെട്ട സൽമാ ബീവിയുടെ രണ്ടാമത്തെ മകളാണ് ഈ ഉമ്മ. ഈ ഉമ്മ പറയുന്നു, എന്തുകൊണ്ടാണ് 11 മക്കളുണ്ടായിട്ടും സൽമാ ബീവി ഒറ്റക്ക് ഒരു ഷീറ്റിട്ട റൂമിൽ കഴിയേണ്ടി വന്നെന്നുള്ളത്. ഈ മക്കളുടെ ആരെങ്കിലും ഒരാളെ വീട്ടിൽ പാർത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? എന്താണ് ശരിക്കും ആ കുടുംബത്തിൽ സംഭവിച്ചത്? ഇപ്പോഴത്തെ ഈ അഫാൻ എന്ന പേരുള്ള ആ ക്രിമിനൽ ഉണ്ടല്ലോ, അട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കാൻ അവനാകെ ഭ്രാന്തനെ പോലെ ഓടിച്ചാടി നടന്ന അവൻ്റെ 2 കൈയും കാലും തുണി കൊണ്ട് കെട്ടിയിട്ടിക്കാണ്. അവനക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത് അവൻ ചെയ്ത കൊടും ക്രൂരതയുടെ ആഴം എന്താണെന്നുള്ളത്. നിലവിളിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ ഓടുകയാണെന്നുള്ളതാണ്. അവൻ കറക്റ്റായിട്ട് പറഞ്ഞു സംഭവം. ഇതുവരെ പറഞ്ഞതുപോലെയല്ല, താൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് പോലീസിനോട് അവൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവർ വാപ്പ കഴിഞ്ഞ 6-7 മാസമായിട്ട് നാട്ടിലേക്ക് കാശൊന്നും അയച്ചിട്ടില്ല. കാരണം മൂപ്പരൊരു ആകെ ബുദ്ധിമുട്ടി നടക്കാൻ 10-75 ലക്ഷം രൂപ കടമുണ്ട്. ഉമ്മാക്കാണെങ്കിൽ, ഉമ്മ ക്ഷമിക്കുകയാണെങ്കിൽ ക്യാൻസർ, ചികിത്സിക്കാൻ പണമില്ല. 65 ലക്ഷത്തോളം രൂപയാണ് ഓരോരുത്തരേക്കുന്നായിട്ട് കാശ് കടം വാങ്ങിയത്. 12 പേരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ഒരാളെ നിന്ന് കാശ് കടം വാങ്ങും, അടുത്ത ആൾക്ക് കൊടുത്തിട്ട് അത് വീട്ടിട്ട് വീണ്ടും ഇങ്ങനെ കാശ് ഇങ്ങനെ റോൾ ചെയ്യാൻ. ഇവർക്കാണെങ്കിൽ ആർഭാടം കൂടുതലാണ്. ഈ ആർഭാടങ്ങളെ ചോദ്യം ചെയ്തിരുന്ന ഒരാളാണ് ഇവരുടെ മൂത്താപ്പ ലത്തീഫ് ഖാൻ. അതാണ് ലത്തീഫ് ഖാൻ ഇത്ര പക. അതോടൊപ്പം ഇവരുടെ വല്യമ്മയും ഇതിനെ ചോദ്യം ചെയ്തിരുന്നു. നിങ്ങൾ മക്കളെ നല്ലപോലെ നടക്കണം എന്നാ വല്യമ്മ ഉപദേശിച്ചു. അതാണ് പ്രശ്നമായത്. ഇവരിങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഉമ്മ ഷെമി പറഞ്ഞു, അത് മഹാപാപല്ലടാ, അത് ചെയ്യണോ? അങ്ങനെ ഒരു തീരുമാനം ഉള്ളിൽ വന്നെങ്കിലും ഷെമിക്കതിന്, ആ ഉമ്മാക്കതിന് ധൈര്യം ഉണ്ടായില്ല. അപ്പോഴാണ് ഇവർ തീരുമാനിച്ചത് നമുക്കൊണ്ട് കൂട്ടക്കൊല നടത്താന്നുള്ളത്. ഇവൻ ആ ദിവസം, ആ ഒരു കിരാതമായ ദിവസം, ഇവൻ നേരെ ഒരു 11 മണിക്ക് ഉമ്മാൻ്റെ അടുത്ത് വന്ന് ഷോള് കഴുത്തിൽ ചുറ്റിയിട്ട് ആ ഉമ്മാനെ അങ്ങോട്ട് അടിച്ച് താമാക്കിയിട്ട് അവിടെ ഭാഗത്തിട്ടു. ഉമ്മ മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് ഇവൻ നേരെ പോയത് ഒരു ഫിനാൻസ് കടയിൽക്കാണ്. 1400 രൂപ അവിടുന്ന് കടം വാങ്ങി. 1400 രൂപ അവിടുന്ന് കടം വാങ്ങി വേഗം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ പാവ ഉമ്മ കണ്ണ് തുറന്ന് മോനെങ്ങനെ വിളിക്കുക, ശബ്ദം പൊങ്ങുന്നില്ല. അപ്പം അവനക്ക് മനസ്സിലായി ഉമ്മ ജീവനോടുണ്ടെന്ന്. ആ വാങ്ങിയ ഇവൻ ആ കാശ് കൊണ്ടൊരു ചുറ്റിക വാങ്ങിയിരുന്നു. ആ ചുറ്റിക എടുത്തിട്ട് ഉമ്മാൻ്റെ തലക്കിട്ടൊന്ന് കൊടുത്ത് ഉമ്മ അവിടെ കിടന്നു, മുറി പൂട്ടിട്ടു. ആ പോണ പോക്ക് നേരെ വല്യമ്മാൻ്റെ അടുത്ത്. ആ വല്യമ്മാൻ്റെ അടുത്ത് വല്യമ്മാനെ ഇല്ലാതാക്കിയിട്ട് ആ വല്യമ്മാൻ്റെ സ്വർണ്ണമാലയും പറിച്ചെടുത്ത് നേരെ ഫിനാൻസ് കടയിൽ പോയിട്ട് അത് കൊടുത്തിട്ട് 74,500 രൂപ വാങ്ങി. എന്നിട്ട് ഇവന് നേരെ എന്ത് ചെയ്തു? നേരെ ചെയ്തത് ലത്തീഫ് ഖാൻ എന്ന് പറഞ്ഞ മൂത്താപ്പാൻ്റെ അടുത്ത് പോയി. ഇവരൊക്കെ ഉപദേശിച്ചുള്ള ദേഷ്യമാണ്. ഇവരൊക്കെ ഉപദേശിച്ചു. ആ ദേഷ്യത്തിനാണ് ഇത് ഇല്ലാതാക്കണത്. അവിടെ പോയിട്ട് ആ പക മുഴുവനും തീർത്ത് മൂത്താപ്പാൻ്റെ മേത്ത്. പാവം മൂത്താപ്പ, പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്ന ഒരാൾ. ഇവിടെ വല്യമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ആ കുടുംബത്തിൻ്റെ ഒരു സ്നേഹമില്ലായ്മയും കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥയും കൃത്യമായിട്ട് മനസ്സിലാവും. ഈ വീട് കൊച്ചു എടുത്തിട്ട് ഇപ്പം 4 വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത്. അവരാരെ മക്കളെ കൂടെ നിൽക്കില്ല. ഈ പള്ളി നടയിൽ നിന്ന് അവർ പോവുകയില്ല. നമ്മളെ വാപ്പ പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു. പള്ളിയുടെ നടയിൽ അപ്പം മദ്രസയിൽ കൊച്ചുങ്ങളുണ്ട്, ഉസ്താദന്മാരുണ്ട്, വലിയ കൂട്ട് കമ്പനിക്കാരൊക്കെ പോലെ അവർ കഴിഞ്ഞ്. പകരമൊക്കെ അവരങ്ങനെ കാണും. കൊച്ചുങ്ങളിറങ്ങി വരും, കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും. അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് വരൂല. ഇപ്പം വയ്യ, യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. മുമ്പുള്ള കാലങ്ങളിലൊക്കെ വരുമായിരുന്നു, എല്ലാ ആവശ്യത്തിനും വരുമായിരുന്നു. ഇപ്പം യാത്രയ്ക്ക് വണ്ടിയിലൊന്നും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരൂല. പയ്യനുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഏത് പയ്യൻ? അഫാനുമായിട്ട് അവരെ ഏറ്റവും ഇളയ മോനാണ്. അവനുമായിട്ട് എല്ലാ ചെറുമക്കളെക്കാളും കാര്യമാണ്. അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ളവർ മരുന്ന് മേടിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും ഇവൻ വരുമെങ്കിൽ അവർ കൊടുക്കും. അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളിൽ കൂടുതൽ. 26 ചെറുമക്കളുണ്ടെങ്കിൽ യവൻ്റെ കൂടെയാണ് കൂടുതൽ പൈസ ആയിട്ടും ആഹാരത്തിനായാലും ഇവർ കൊടുത്തോണ്ടിരുന്നു. അങ്ങനെയാണ് ഇവൻ്റെ വാപ്പാരെ പറ്റും പറഞ്ഞു. ഇനി കടബാധ്യത ഉണ്ടെന്നും പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞ് അവരവരെ കൊണ്ടുപോക്കണ സഹായം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് ഉമ്മാരെടുക്ക വന്നു. 2 മോതിരം അവരെ കയ്യിൽ കിടന്നു. അതവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വരുമ്പോൾ പറയണത് പൈസ ഉണ്ടായിരുന്നു. അതും ഇവനും എൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോയി.
പിന്നീട് അവർ പല ദിവസവും അവൻ്റെ മരക്കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് 2 മാല രണ്ടുപേരായിട്ട്. ഒരു മാല അവർ കഴുത്തി ഇട്ടേക്കും, ഒരു മാല ഇവിടെ വെച്ചേക്കും. അപ്പോൾ ഈ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും അത് ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന്. പിന്നെ മോളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തോൻ തന്നെ പറഞ്ഞു. അതിൽ ഇരട്ടയാണ്, ഒരാണും ഒരു പെണ്ണും. ആണാൾ കൊടുത്ത് ആ പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് ഒന്ന് അവർ കഴുത്തിയിട്ടുണ്ട്. ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമ്മ പറഞ്ഞതാണ് പിന്നെ ഫുള്ള്. അപ്പം ഇന്നും വന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂല എന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും. ഈ മാല കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഇത്തരൊരു സംഭവം. അതിനെപ്പറ്റി എനിക്ക് നമ്മളെ മനസ്സ് അങ്ങനെയാണ് പറയണത്. ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും. പിന്നെ ഇതിനേക്കാൾ തള്ളയേക്കാൾ ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിൽക്കണതും മരിച്ച സഹോദരനായിരുന്നു. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ്. ലത്തീഫ് എന്ന് പറയണത്. അതുകൊണ്ടായിരിക്കും അവനെയും കൂടെ കൊലപ്പെടുത്തിയത്. ഉപദേശിച്ചത് ഇഷ്ടമാവായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയണത്. അല്ല അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണ് കൊണ്ട് ബന്ധമുണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പം ഈ കൊല നടത്തിയതിന് ശേഷമേ നമുക്കറിഞ്ഞിട്ടുള്ളൂ. നമുക്കറിഞ്ഞുകൂടാ. ഇനി എന്തേലും പറയാം. ഇത് ഒരു 2 ദിവസം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ അറിവിലുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. മാമി എന്ന് വിളിച്ചാൽ അവൻ അത്രയും വിളിക്കൂല. നമ്മളെ കാണുമ്പോഴൊക്കെ ഇവിടെ വരുമ്പം കാണുന്നത് എന്നല്ല വല്ല ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വരും. 2 മാസത്തേക്ക് മുമ്പ് 4ാമത്തെ സഹോദരൻ്റെ അവിടെ അവനൊരു മോളുണ്ടായിരുന്നു. കല്യാണത്തിന് വന്ന് ചേട്ടനിയായിട്ട് വന്ന് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് പോയതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഉമ്മയെ കാണാൻ മുറയ്ക്കും വരുമായിരുന്നു. ഇങ്ങോട്ട് വരണത് ഈ മാലയ്ക്ക് വേണ്ടിയാണെന്ന് ഉമ്മ പറയും നമ്മൾ വരുമ്പോൾ. ചെറിയ പയ്യൻ വരാറുണ്ടോ? മിക്ക ദിവസവും യവനുമായിട്ട് തന്നെ വരണത്. പക്ഷെ ആ കൊച്ചൊന്നും പറയൂല. പൊതുവെ അങ്ങനെ സംസാരിക്കണ കൊച്ചല്ല. പക്ഷെ ഉമ്മാരോടെ അവൻ കാര്യം പറയൂ. ഉമ്മാരോടെ ഈ 2 മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. എന്നാൽ എല്ലാ മക്കളുടെയും കൂടെ ഉണ്ടെങ്കിൽ ഈ 2 മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. ബാക്കി ഈ ഇളയ കൊച്ച് എല്ലാവരുടെയും എന്തെങ്കിലും നമ്മൾ ചോദിക്കണമെങ്കിൽ അതിന് വാ തുറന്നാൽ വെളി കേൾക്കാത്ത സംസാരമാണ് പറയും. ഈ മരിച്ച കൊച്ച് യവനെ കണക്ക് മൂത്തോനെ കണക്ക് വാ തുറന്ന് അവൻ സംസാരിക്കില്ല. അത്ര പാവം കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവനെയും കൊന്നു. അവിടെ പോയി സംസാരിക്കുമ്പോഴും പറയുന്നത് പയ്യന് ആയിട്ട് അങ്ങനെ എന്താ പറയുക, അങ്ങനെ മോശം ഇതൊന്നുമില്ല, നല്ല രീതിയിൽ നടക്കുന്ന പയ്യനാണ്. യവനാണെന്നുള്ളത് കേട്ടിട്ട് ഇത് വെളിയിൽ നിറഞ്ഞ് ഈ പത്രത്തിലും ചാനലിലും വന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഞെട്ടണത്. യവൻ തന്നെ ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം നേരിട്ട് അവൻ സ്റ്റേഷനിൽ പോയി ഹാജരായെന്നും ഇങ്ങനെയൊക്കെ സംഭവം നടന്നെന്നും നമ്മളത് ഞെട്ടിക്കണത് ഇത് മുഖാന്തരമാണ്. ഇവനെങ്ങനെ ഇത് തോന്നി നമുക്കെന്നെ അറിഞ്ഞൂടെ. അള്ളാഹുവേ, ഇവൻ്റെ സ്ഥിതിയിൽ ഇത് ഇവൻ സ്വയം ഇവൻ ഇന്ത്യയിൽ കഴിച്ചിട്ടെന്നോ ആണെന്നോ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇതുവരെയും കേട്ടറിവില്ല ഇവൻ വേറൊരു വഴിയിൽ കൂടെ നീങ്ങിയതായിട്ട്. അപ്പോൾ ആ വല്യമ്മാനെ നമ്മൾ അതിനൊരു വാശി ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നുള്ളത്. ആ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ കുറേ നിസ്കരിച്ചിട്ടോ നോമ്പോക്കിയിട്ടോ മാത്രമല്ല, ബന്ധങ്ങൾക്ക് തമ്മിലൊരു സ്നേഹമാണ്. അത് കുടുംബത്തിന് അടിസ്ഥാനപരമായിട്ട് വാപ്പിയും ഉമ്മയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കത് പഠിയുള്ളൂ. ഇത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ എന്ന് കരുതുന്നൊരു വല്യമ്മ ആർക്കും എങ്ങനെയും കടം വാങ്ങി ജീവിക്കുക. നേരെയാക്കാൻ ശ്രമിച്ച ഈ മൂത്താപ്പയൊക്കെ വില്ലന്മാരായിട്ട് മാറി. ഇവൻ്റെ ഒന്നും തോന്നിവാസങ്ങൾക്ക് നമ്മളെ നികുതി പണം കൊണ്ട് തീറ്റരുത്. ഇവൻ എന്നിട്ട് ഈ മൂത്താപ്പാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇവൻ നേരെ വരുന്നത് ഫർസാൻ്റെ വീട്ടിക്കാണ്. ഫർസാന് ഫോൺ ചെയ്യാണ്. ഓളോട് പറഞ്ഞ് വേഗം ഇറങ്ങി ഉണ്ടോന്ന് കാണണം. ആ ഇറങ്ങി വരുന്ന CCTV ദൃശ്യമുണ്ട്. ഞഴുതുമില്ല, കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോവും. ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു, നല്ല പഠിക്കാൻ മിടുക്കി, നല്ല പഠിപ്പിസ്റ്റാണ്, പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചറാണ്.
അവൾ ആ നടന്ന് കുടയും ചൂടി വരുന്നത് മരണത്തിലേക്കാണെന്ന് അറിയൂല. അവൻ്റെ ബൈക്കിൽ കയറി നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ അനിയൻ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അനിയൻ അവിടെ നിന്ന് ഒഴിവാക്കാൻ ഇവനൊപ്പിച്ച പേരാണ്, എടാ നീ കുഴിമന്തി മേടിച്ചിട്ട് പോയോ, ക്യാഷൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഓട്ടവും ഞാൻ ഏർപ്പാടാക്കി തരാം. എന്നിട്ട് അനിയനെ അവിടെ നിന്ന് ഒഴിവാക്കി. 13 വയസ്സേ അനിയനുള്ളൂ. എന്നിട്ട് ഇവളെ കൊടുന്നു. കാരണം ഇവളുടെ കയ്യിൽ നിന്ന് നേരത്തെ ഇവൻ സ്വർണ്ണം വാങ്ങിയിട്ടുണ്ട്, മാല വാങ്ങിയിട്ടുണ്ട്. ഈ മാല ഫർസാന തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇവൻ പകരം കൊടുത്തത് മുക്കുവണ്ട. അപ്പോൾ അവളെ കണ്ട് ഇല്ലാതാക്കിയിട്ട് കസേരയിലിട്ടിട്ട് തീർത്തു ആ കഥ. അപ്പോഴാണ് അനിയൻ ചോറയിട്ട് വരുന്നത് കുഴിമന്തി. ആ പാവം കരുതി ഈ സ്നേഹം കൊണ്ടാണ് ഈ കുഴിമന്തി വാങ്ങിക്കാൻ പറഞ്ഞയച്ചത് എന്നുള്ളത്. ഇത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇത് ഈ ഫർസാനയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗ്യാപ്പ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അവൻ ആ ചോറും കാത്തിരുന്ന് ആ കുഴിമന്തിയും തിന്നാൻ വേണ്ടി വന്ന ആ വിശന്ന് പരീക്ഷ കഴിഞ്ഞ് വന്ന പൊന്നുമോന അവിടെ ഇട്ട് അവനെയും തീർത്ത്. എന്നിട്ട് ഇതിനിടയിൽ ഇവന് ബാറിൽ പോയി മദ്യപിച്ചു. കുറച്ച് മദ്യം കയ്യിൽ വാങ്ങി കുപ്പിയിൽ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കുടിച്ച് ഉഷാറായിട്ട് കുറച്ച് സംഭവം വിഷവും കഴിച്ചിട്ട് നേരെ സ്റ്റേഷനിൽ പോയി. ഇവനെ എങ്ങനെയാണ് ഇവനെ വെച്ചിരിക്കാൻ പറ്റുമോ? കുടുംബത്തിൽ നിന്ന് ആദ്യം നേരെയാവണം. കുടുംബം നേരെയായില്ലേ കൂടുമ്പോൾ ഇമ്പം വരുന്നതല്ലേ കുടുംബം നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ വല്യമ്മാൻ്റെ ആ ഒരു ഉപ്പയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. 7 മാസമായിട്ട് കാശ് അയക്കാൻ പറ്റാത്തൊരുമ്മ. ഇവിടെയാണെങ്കിൽ കുടുംബത്തിൻ്റെ അവസ്ഥയോർത്തിട്ടല്ല കടം വാങ്ങണത്. കടങ്ങനെ ഇവൻ്റെ ദൂർത്താണ്. ഇവൻ ലഹരിക്കഡിക്റ്റ് ഒന്നുമല്ല. ഇവൻ പറഞ്ഞത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഫർസാനെ ഇല്ലാതാക്കിയത്, സ്നേഹക്കൂടുതൽ കൊണ്ടാണ് അനിയനെ ഇല്ലാതാക്കിയത്. പിന്നെ ഉമ്മാനെ ഞാൻ ഇതിൽ നിന്ന് ഉമ്മാക്ക് ഞാൻ വേദന ഇല്ലാത്ത ലോകത്തേക്ക് പോട്ടെ. പിന്നെ ബാക്കിയുള്ളവരിനെ ഉപദേശിക്കാൻ മാത്രമേ ഉള്ളൂ, സഹായിക്കണില്ല. എത്രയോ ആ വല്യമ്മ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. വല്യമ്മക്ക് കിട്ടണ കാശ് മുഴുവനും ഈ പേരക്കുട്ടിക്ക് തന്നെ കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുടുംബത്ത് വളർന്നു വരുന്നൊരു സാഹചര്യം സ്നേഹസമ്പന്നമാവണം. എല്ലാവരും മുമ്പൊക്കെ അങ്ങനെ ഇരുന്ന് ഒരു വല്യമ്മയും വല്യപ്പയും ഉപ്പിയും ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയിട്ട് സ്നേഹമുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വല്യമ്മക്ക് അമ്മായി മരുമോളെ കണ്ടുകൂടാ. ആ ഒരു വിരോധവും വിദ്വേഷവുമാണ് മക്കൾ കണ്ട് വളരുന്നത്. ഫലം എന്താ ഉണ്ടാവണത്? അതിക്രൂരമായ കൊലപാതകം. ഇപ്പം ഇവന് കിട്ടുന്ന അലറിക്കരയാണ്. ഇവൻ അലറിക്കരഞ്ഞാൽ പോരാ, അതിലപ്പുറത്തേക്ക് എന്താ പറയുക, ഇടനെഞ്ച് കീറണം അവൻക്ക്. അവൻ ഇടക്ക് ഭ്രാന്തമായൊരവസ്ഥയിലാണ്. ഇപ്പോൾ ഉമ്മ അടക്കം ഇന്ന് ഉമ്മ ഒരല്പം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. പോലീസിന് കൊടുത്ത മൊഴിയും ഈ കടങ്ങളെ കുറിച്ച് തന്നെയാണ്. ആ ഗൾഫിലുള്ള ഉപ്പയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കണത്. പാവം എത്ര പ്രവാസികൾ അങ്ങനെ ഉണ്ട്. കോവിഡ് കാലത്ത് ബിസിനസ് തകർന്ന് വരാൻ പറ്റാതാവുക, ഇവിടെ ഇങ്ങനെ താന്തോന്നിയായിട്ട് നടക്കുക. അള്ളാഹു ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കലേ എന്നൊരു പ്രാർത്ഥനയാണ്. ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം ലൂത്ത് നബി അലൈഹിസ്സലാം എന്നുള്ളതാണ്. പലരും മൂസാ നബി അലൈഹിസ്സലാം എന്നും പല പ്രവാചകന്മാരെ പേരും എഴുതിയിരുന്നു. യഥാർത്ഥ ഉത്തരം ലൂത്ത് നബി അലൈഹിസ്സലാം എന്നാണ്. ഒരുപാട് പേര് ഉത്തരം എഴുതി. അൽഹംദുലില്ലാ, അത്രയും സന്തോഷം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ്. മലപ്പുറം ജില്ലക്കാരനാണ്. ഒരു ക്ലൂ തരാം, മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.